ഹായ് ഓൾ, വെൽക്കം ടു മീറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. അപ്പോൾ എല്ലാവരും തന്നെ BFA എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷനൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയായിരിക്കും അല്ലേ. അപ്പോൾ സിലബസൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടുള്ള പഠനമായിരിക്കും എല്ലാവരും. പക്ഷേ നമ്മൾ മനസ്സിലാക്കി പോകേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സ്, അതായത് PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്ന് കൂടെ മനസ്സിലാക്കി നമ്മൾ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ സ്വപ്നം കാണുന്ന പോലെ തന്നെ നമ്മുടെ റാങ്കിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്ന് ഒന്ന് മനസ്സിലാക്കി പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരുപാട് എക്സാമുകളൊക്കെ വിളിച്ചിട്ടുണ്ട്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിനൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷനായിട്ട് മുന്നോട്ട് പോവുകയായിരിക്കും. അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ആവട്ടെ, കമ്പനി ബോർഡ് LGS, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ്, അങ്ങനെ നിരവധി എക്സാമുകളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ എക്സാമുകൾക്കുമുള്ള കോഴ്സസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സിന് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുന്നവർക്ക് ലൈവ് ക്ലാസ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ്, ബുക്സ്, ടെസ്റ്റ് സീരീസ്, മെൻറ്റർഷിപ്പ് എല്ലാം അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഡിസ്കൗണ്ടിനായിട്ട് AR001 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു BFAയുടെ ഹോട്ട് ടോപ്പിക്സ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണമെന്ന്. അതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ വെയിറ്റേജ് എങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അതായത് ഓരോ സബ്ജക്റ്റിൻ്റെയും വെയിറ്റേജ് ഏതാണ്, എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് ആദ്യം മനസ്സിലാക്കുക. ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? പൊതുവിജ്ഞാനമാണ് അല്ലേ. പൊതുവിജ്ഞാനത്തിൽ വരുന്നത് ചരിത്രം 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, ധനതത്വശാസ്ത്രം 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന 5 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 5 മാർക്ക്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്ക്, ഭൗതിക ശാസ്ത്രം 3 മാർക്ക്, രസതന്ത്രം 3 മാർക്ക്, ഇങ്ങനെയാണ് വരുന്നത്. അതുപോലെ കല, കായികം, സാഹിത്യം, സംസ്കാരം 5 മാർക്ക്, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്ക്, സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്. പിന്നെ രണ്ടാമത്തെ ഭാഗത്തിൽ വരുന്നത് എന്താണ്? ആനുകാലിക വിഷയങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്രയാണ്? 20 മാർക്കാണ് ആനുകാലിക വിഷയങ്ങൾക്ക്. മൂന്നാമത്തെ ഭാഗത്തിൽ വരുന്നത് എന്താണ്? ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും. അതിനെത്രയാണ്? 10 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. നാലാമത്തെ ഭാഗം എന്ന് പറയുന്നത് ജനറൽ ഇംഗ്ലീഷാണ്. അതിന് വരുന്ന എത്രയാണ്? 10 മാർക്കാണ് കേട്ടോ. പിന്നെ വരുന്നത് പ്രാദേശിക ഭാഷകളിൽ നമ്മുടെ മലയാളമാണ്. മലയാളത്തിന് എത്രയാണ്? 10 മാർക്കാണ്. അപ്പോൾ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഇത്രയും പഠിച്ചാൽ തന്നെ 30 മാർക്ക്. അതിൻ്റെ കൂടെ കറണ്ട് അഫയേഴ്സും പഠിച്ചാൽ എത്രയാണ്? 50 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓർക്കുക, പൊതുവിജ്ഞാനം 50 മാർക്ക്, അതുപോലെ ആനുകാലികം, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും, ഇംഗ്ലീഷും മലയാളവും. അപ്പോൾ ഇങ്ങനെ 50 100 മാർക്കിൽ നിന്നാണ് ഇത് എക്സാം വരുന്നത്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് നമ്മൾ മനസ്സിലാക്കി. ഏതൊക്കെയാണ്? ആനുകാലിക വിഷയങ്ങളിലെ 20 മാർക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സും മുൻ വർഷങ്ങളിലേക്ക് കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് പഠിച്ചു പോകാം കേട്ടോ. നമ്മുടെ എക്സാം വരെയുള്ള കറണ്ട് അഫയേഴ്സിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഇനി നമുക്ക് ഓരോ ഭാഗത്തും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം ചരിത്രം എങ്ങനെയാണ്? കേരള ചരിത്രം, ഇന്ത്യൻ ചരിത്രം, അതുപോലെ തന്നെ ലോക ചരിത്രം എന്നിങ്ങനെ 3 തിരിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് കേരള ചരിത്രത്തിലെ യൂറോപ്യന്മാരുടെ വരവ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ പോർച്ചുഗീസുകാർ, അങ്ങനെ പോർച്ചുഗീസുകാരെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതിൽ തന്നെ വാസ്കോ ഡ ഗാമ അല്ലേ, ഡച്ചുകാർ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ ഓർക്കുക, യൂറോപ്യന്മാർ അവരുടെ സംഭാവനകൾ കൃത്യമായി പഠിക്കുക. അതിൽ തന്നെ പോർച്ചുഗീസുകാരെ കുറിച്ചിട്ട് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക കേട്ടോ. പിന്നെ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്ര തിരുനാൾ വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിൽ പ്രധാനപ്പെട്ട സ്വാതി തിരുനാൾ, അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മ, ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഏരിയാസ് ആണ്. അപ്പോൾ ആ ഏരിയകൾ, അതായത് പ്രധാനപ്പെട്ട അങ്ങനെ ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾ മനസ്സിലാക്കുക. മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്ര തിരുനാൾ വരെ കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ, അതായത് പ്രധാനപ്പെട്ട പത്രങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ഐക്യ കേരള പ്രസ്ഥാനം ഒരു ഹോട്ട് ടോപ്പിക്സ് ആണ് കേട്ടോ. ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്, ഐക്യ കേരള പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് കേട്ടോ. ഇനി നമുക്ക് ഇന്ത്യൻ ചരിത്രത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഏരിയയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ഇയറിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം നല്ല രീതിയിൽ തന്നെ പഠിക്കുക. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം, അതിൽ പ്രധാനപ്പെട്ട INC സമ്മേളനങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. കൽക്കട്ട സമ്മേളനം, ലാഹോർ സമ്മേളനം, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സമ്മേളനങ്ങളും അതിൽ അധ്യക്ഷനായിരുന്നു എന്നുള്ള
കാര്യങ്ങളും അതുപോലെ ഏത് വർഷമാണ്, അതിലെടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പഠിച്ചു പോവുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത് വർത്തമാന പത്രങ്ങൾ. വർത്തമാന പത്രങ്ങൾ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. രാജാറാം മോഹൻ റോയ്, ആനി ബസന്റ്, അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു, അങ്ങനെ നിരവധി ആളുകൾ ആരംഭിച്ചിട്ടുള്ള പത്രങ്ങൾ ഏതൊക്കെയാണ്, അത് ചേരുംപടി ചേർക്കുക എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ വർത്തമാന പത്രങ്ങളെ സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിച്ചു പോവുക കേട്ടോ. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന. അതും കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോകേണ്ട ഒരു ഏരിയയാണ്. അതുപോലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാജാറാം മോഹൻ റോയ്, ജ്യോതിറാവ് ഫൂലെ അങ്ങനെയുള്ള ആളുകളെ കുറിച്ചിട്ടൊക്കെ ഈ ഏരിയയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക കേട്ടോ. മറ്റൊരു ഭാഗമാണ് ലോക ചരിത്രം. അതിൽ റെവല്യൂഷൻസ്, നമുക്കറിയാം റെവല്യൂഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെവല്യൂഷനാണ് ഫ്രഞ്ച് വിപ്ലവം, അതുപോലെ തന്നെ ചൈനീസ് വിപ്ലവം ഒക്കെ അല്ലേ. വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ വിപ്ലവം, അതുപോലെ തന്നെ ചൈനീസ് വിപ്ലവം ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് രണ്ടാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം. അതിൽ തന്നെ ഹിറ്റ്ലറിനെ കുറിച്ചിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്, പഠിച്ചു പോവുക കേട്ടോ. പിന്നെ ഐക്യരാഷ്ട്ര സംഘടന, അതിൻ്റെ പ്രധാനപ്പെട്ട വർഷങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ചു പോകാം കേട്ടോ. ഹെഡ് ക്വാർട്ടേഴ്സൊക്കെ എവിടെയാണ് എന്നുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിച്ചു പോവുക. അടുത്തതാണ് ഭൂമിശാസ്ത്രം, 5 മാർക്ക്. അതും നമുക്കറിയാം പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ തന്നെ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിയുടെ ഘടന ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അന്തരീക്ഷ മർദ്ദവും കാറ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ആഗോള താപനം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ മാപ്പുകളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ തന്നെ പഠിച്ചു പോവുക കേട്ടോ. അതുപോലെ തന്നെ സമുദ്ര ചലനങ്ങൾ, മഹാസമുദ്രങ്ങൾ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ഇനി ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് സംസ്ഥാനങ്ങൾ, അവയുടെ സവിശേഷതകളൊക്കെ പഠിക്കാനുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഊർജ്ജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. ഇത് ഓരോ സ്റ്റേറ്റ് അടിസ്ഥാനമാക്കി തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമായിട്ട് പഠിക്കാൻ സാധിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതുപോലെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ തന്നെ അവിടെയും ഉണ്ട് ഇത് ഊർജ്ജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നദികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. അതുപോലെ തന്നെ മണ്ണ്, കാലാവസ്ഥ, ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലും അതുപോലെ തന്നെ കേരള ഭൂമിശാസ്ത്രത്തിലും പഠിച്ചു പോവുക കേട്ടോ. ഇനി നമുക്ക് ധനതത്വശാസ്ത്രത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം പഞ്ചവത്സര പദ്ധതികൾ അല്ലേ, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് പഞ്ചവത്സര പദ്ധതികൾ. അതുകൊണ്ട് എക്കണോമിക്സിൻ്റെ ഭാഗത്തിൽ ഹോട്ട് ടോപ്പിക്സ് എന്ന് നമുക്ക് എടുത്തു പറയാവുന്ന ഒരു ഭാഗമാണ് ഇത്. പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, ഇത് മിക്കപ്പോഴും കാണാറുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോകേണ്ട ഭാഗമാണ് കേട്ടോ. അപ്പോൾ അത്തരം ഏരിയകൾ, അതുപോലെ തന്നെ ഹരിത വിപ്ലവമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ഭരണഘടന നമ്മൾ പറഞ്ഞു 5 മാർക്കാണ്. ഇതിൽ നമുക്കറിയാം മൗലിക അവകാശങ്ങൾ അല്ലേ, മൗലിക അവകാശങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഭേദഗതികൾ, ഇവിടെ ഭേദഗതികൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. 42, 44, 52, 73, 74, 86, 91 തുടങ്ങിയ ഭേദഗതികൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഭേദഗതികളൊക്കെ പഠിക്കുമ്പോൾ കുറച്ചും കൂടെ വൈഡായിട്ട് തന്നെ പഠിച്ചു പോവുക കേട്ടോ. അതുപോലെ പഞ്ചായത്തി രാജ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അതുപോലെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, ഈ ഭാഗത്ത് നിന്നൊക്കെ എന്ത് വരാറുണ്ട്, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ വരുന്നതാണ് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും അല്ലേ, കേരള ഗവേണൻസ്. ഈ ഭാഗത്ത് നമുക്ക് എടുത്തു പറയാവുന്നതാണ് ഇത് വിവിധ കമ്മീഷനുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റി, തണ്ണീർത്തട സംരക്ഷണം, ഇവയൊക്കെ എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ വിവിധ പദ്ധതികളും പഠിച്ചു വയ്ക്കുക കേട്ടോ. ക്ഷേമ പദ്ധതികളൊക്കെ പഠിച്ചു പോവുക, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്കാണ്. ഇവിടെ വരുന്നത് കൃത്യമായിട്ട് ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ഇതിൽ തന്നെ നമ്മൾ പഠിക്കേണ്ട ഭാഗങ്ങളുണ്ട് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്. അതായത് തലച്ചോറ്, അതുപോലെ തന്നെ ഹാർട്ട്, അങ്ങനെയുള്ള ഭാഗങ്ങളെക്കുറിച്ചിട്ടൊക്കെ എടുത്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഏരിയാസ് മനസ്സിലാക്കി തന്നെ പഠിച്ചു പോവുക കേട്ടോ. പിന്നെ ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അതുപോലെ തന്നെ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ജീവിതശൈലി രോഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ ഭൗതിക ശാസ്ത്രം 3 മാർക്കാണുള്ളൂ. അതിൽ തന്നെ യൂണിറ്റ്, അളവുകളും തോതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുപോലെ
ചലനത്തിൽ തന്നെ വരുന്നതാണ് ന്യൂട്ടൻ്റെ ചലന നിയമമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പ്രകാശം, ലെൻസ്, ദർപ്പണം, ലെൻസൊക്കെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക കേട്ടോ. പിന്നെ ശബ്ദം, അതുപോലെ തന്നെ ബലം, ഗുരുത്വാകർഷണം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. രസതന്ത്രം 3 മാർക്കാണ്. ഇതിൽ തന്നെ വരുന്നതാണ് ആറ്റം. ആറ്റത്തിൻ്റെ തന്മാത്ര, ദ്രവ്യത്തിൻ്റെ വിവിധ അവസ്ഥകൾ, രൂപാന്തരം, വാതക നിയമങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക കേട്ടോ. പിന്നെ ആവർത്തന പട്ടിക, ലോഹങ്ങളും അലോഹങ്ങളും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെയാണ് ലായനികൾ, മിശ്രിതങ്ങൾ, അതുപോലെ തന്നെ ലോഹങ്ങൾ, അലോഹങ്ങൾ, ലോഹസങ്കരങ്ങൾ, അതുപോലെ ആസിഡും ആൽക്കലിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. കല, ഈ ഏരിയ പഠിക്കാൻ നേരത്തെ കല, കായികം, സാംസ്കാരികം ഇത്രയും ഭാഗം പഠിക്കുമ്പോൾ കൃത്യമായിട്ട് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് തന്നെ പഠിച്ചു പോവുക കേട്ടോ. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട പ്രശസ്തരായ വ്യക്തികൾ, കലാകാരന്മാർ, എഴുത്തുകാർ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ തന്നെ വിവിധ ഗെയിംസ്, അത് നടന്നിട്ടുള്ള വേദികൾ, രാജ്യങ്ങൾ, അങ്ങനെയുള്ളവയൊക്കെ ഉണ്ടെങ്കിലും കൃത്യമായിട്ട് പഠിച്ചു പോവുക കേട്ടോ. നമ്മൾ പറഞ്ഞു ഇതെപ്പോഴും പഠിക്കാൻ നേരത്ത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് തന്നെ പഠിക്കുക. പിന്നെ പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ മലയാള സാഹിത്യവുമായി ബന്ധപ്പെടുത്തി തന്നെ പഠിച്ചു പോവുക കേട്ടോ. പിന്നെ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ, ഇതിൽ നമുക്കറിയാം ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ സുപ്രധാന നിയമങ്ങൾ 5 മാർക്കാണ്. അതിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഒരുപാട് തവണ ചോദിക്കാറുള്ളതാണ്. റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നോർക്കുക. അതുപോലെ പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിങ് ഓഫ് വുമൺ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നല്ല രീതിയിൽ തന്നെ പഠിക്കുക. അതുപോലെ തന്നെ പോക്സോ ആക്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറഞ്ഞു ആനുകാലിക വിഷയങ്ങൾക്ക് 20 മാർക്കാണ്. കൃത്യമായ രീതിയിൽ തന്നെ പഠിച്ചു പോകേണ്ട ഒരു ഏരിയ ആണ് കേട്ടോ. അതുപോലെ മാത്സിൻ്റെ ഏരിയയിൽ നമ്മൾ ഈ ഒരു ഭാഗമാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനില്ല. കാരണം എല്ലാ ടോപ്പിക്സും, അതായത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും ശതമാനം, ലാഭവും നഷ്ടവും, സാധാരണ പലിശയും കൂട്ടുപലിശയും, അങ്ങനെ തുടങ്ങി എല്ലാ ഭാഗങ്ങളും എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡെയിലി നമ്മൾ 1 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റിവെക്കണം, മാത്സിന് വേണ്ടി മാറ്റിവെക്കണം. ഓരോ ടോപ്പിക്കുകൾ വെച്ച് നമ്മൾ എടുത്ത് പഠിച്ചു പോവുക കേട്ടോ. കാരണം ഓരോ ടോപ്പിക്കും എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇത്. മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും എന്ന് പറയുന്നത്. ഇതിലും എല്ലാ ടോപ്പിക്കുകളും എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ ഇംഗ്ലീഷിലും ഏകദേശം എല്ലാ ടോപ്പിക്കിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 5 മാർക്കാണ്. എന്നാൽ തന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒന്ന് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ടാഗ്സ്, അതൊക്കെ കൂടുതലായിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻസ്, അതുപോലെ ടെൻസസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് എന്ന് മനസ്സിലാക്കുക. പ്രിപ്പോസിഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അതുപോലെ വൊക്കാബുലറിയിൽ നമുക്കറിയാം 5 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലും നമ്മൾ എല്ലാ ഭാഗങ്ങളും പഠിക്കുക. സിംഗുലർ ആൻഡ് പ്ലൂറൽ, അതുപോലെ തന്നെ കോമ്പൗണ്ട് വേർഡ്സ്, സിനോണിംസ്, അനോണിംസ്, ഇതൊക്കെ എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, അങ്ങനെ എല്ലാ ഏരിയാസും കൃത്യമായിട്ട് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു പോവുക കേട്ടോ. നമ്മൾ അതിനനുസരിച്ച് ഓരോ ദിവസവും സമയം മാറ്റിവെക്കുക. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം പഠിക്കാൻ. മലയാളത്തിനും 10 മാർക്കാണ്. നമുക്കറിയാം എല്ലാ ഏരിയ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അതുകൊണ്ട് തന്നെ മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ഇത് മാത്രമാണ് ഹോട്ട് ടോപ്പിക്സ് എന്നെടുത്ത് പറയാൻ സാധിക്കുകയില്ല. കാരണം എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണം കേട്ടോ. മാത്സിനും ഇംഗ്ലീഷിനും മലയാളത്തിനും. ബാക്കി ഹിസ്റ്ററി, ജോഗ്രഫി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏരിയാസ് നമ്മൾ കൃത്യമായിട്ട് ഓരോ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ, അതായത് യൂറോപ്യന്മാരുടെ ആഗമനം, അങ്ങനെയുള്ള ഏരിയാസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. കേട്ടല്ലോ. അതായത് മൊത്തത്തിൽ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. എന്നാൽ പോലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മനസ്സിലാക്കി പഠിച്ചാലാണ് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്യുക. പ്രിപ്പറേഷനൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, കറണ്ട് അഫയേഴ്സ് ഇവയ്ക്ക് വേണ്ടിയിട്ട് ഡെയിലി നമ്മളൊരു 2-3 മണിക്കൂർ മാറ്റി വെക്കുക കേട്ടോ. മിനിമം ചുരുങ്ങിയത് ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ ഈ 4 സബ്ജക്റ്റിനുമായിട്ട് മാറ്റി വയ്ക്കുക. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക. അതുപോലെ SCERT ഫാക്ട്സും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പഠിക്കുക കേട്ടോ. നമുക്ക് മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക്